നമസ്കാരം. സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വടക്കൻ കേരളത്തിലെ പ്രശസ്ത ക്ഷേത്രമായ കണ്ണൂർ പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. ഈ ക്ഷേത്രം ഇന്ന് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയാണ്. ക്ഷേത്രം മുറ്റത്തുള്ള കുളമാണ് പെരളശ്ശേരി ക്ഷേത്രത്തെ ദേശീയ ശ്രദ്ധയാകർഷിക്കുന്നത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയം പുറത്തിറക്കിയ ദേശീയ ജല പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കുളമാണിത്. ഉത്തരേന്ത്യൻ വാസ്തുവിദ്യാ ശൈലിയിലാണ് കുളത്തിൻ്റെ പടിക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിൽ മറ്റെവിടെയും കാണാൻ ആകാത്ത ശൈലിയാണ് ഈ കുളത്തെ വ്യത്യസ്തമാക്കുന്നത്. കിണറുകളുടെ രൂപത്തിൽ പടിക്കെട്ടുകളോടുകൂടി 62 സെൻറ്റിൽ 19 മീറ്റർ ഉയരത്തിലാണ് കുളം സ്ഥിതി ചെയ്യുന്നത്. 1500 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രക്കുളം സ്റ്റെപ്പ് വെൽ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. കാലപ്പഴക്കത്തിൽ കേടുപാടുകൾ വന്ന കുളം 2001 നവീകരിച്ചു. അഞ്ചരക്കണ്ടി നദിയുടെ തീരത്താണ് പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാവണൻ സീതയെ അപഹരിച്ചപ്പോൾ ശ്രീരാമൻ ഇവിടെ എത്താനിടയാകുകയും ക്ഷേത്രം ദർശിച്ച ശ്രീരാമന് ഇവിടെ സുബ്രഹ്മണ്യ സാന്നിധ്യം അനുഭവപ്പെടുകയും ചെയ്തു. ശ്രീരാമൻ തൻ്റെ കയ്യിലെ പെരുവള ഊരിയെടുത്ത് ബിംബത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. അങ്ങനെ പെരുവള ഊരി പ്രതിഷ്ഠിച്ചതിനാൽ ഈ സ്ഥലം പെരുവളശ്ശേരി എന്ന് അറിയപ്പെട്ടു. പിന്നീട് അത് പെരളശ്ശേരി എന്ന് രൂപാന്തരം പ്രാപിച്ചു എന്നാണ് വിശ്വാസം. തുലാസംക്രമം, തുലാം 10, തുലാം 11 തീയതികൾ, ധനു ഉത്സവം എന്നിവ ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളാണ്. ആയില്യം നാളിൽ കൂടുതൽ ഭക്തന്മാർ ഇവിടെ എത്താറുണ്ട്. നാഗപൂജയ്ക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് ആയില്യം. എല്ലാ മാസവും വരുന്ന വെളുത്ത ഷഷ്ഠി ദിവസങ്ങളും വിശേഷമാണ്. തുലാസംക്രമത്തിന് കാവേരി സംക്രമം എന്നും പേരുണ്ട്. കാവേരി നദിയിലെ ജലം ഈ ദിവസം ഇവിടെ എത്തിച്ചേരുമെന്നാണ് വിശ്വാസം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ കണ്ണൂർ ജില്ലയിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശ്രീ പെരളശ്ശേരി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രം ക്ഷേത്രത്തിന് മുൻവശത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രകുളമാണ്. ഏകദേശം 1500 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് അനുമാനിക്കുന്ന ക്ഷേത്രകുളം 2000 നവീകരണത്തിന് വിധേയമാക്കപ്പെട്ടത്. ഏകദേശം 60 സെൻറ്റ് സ്ഥലത്തായി 19 മീറ്റർ ആഴത്തിൽ പണിതുയർത്തിയ കുളത്തിൻ്റെ സവിശേഷത അത് സ്റ്റെപ്പ് വെൽ മാതൃകയിലുള്ളതാണ് എന്നതാണ്. ഇന്ത്യയിൽ നിന്ന് ജലശക്തി മിഷൻ, അതായത് കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള ജലശക്തി മന്ത്രാലയത്തിൻ്റെ കീഴിൽ തിരഞ്ഞെടുക്കപ്പെട്ട 75 ജല പൈതൃക പട്ടികയിൽ 75ാമതായി 75ൽ 2 കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആ 2 1 പെരളശ്ശേരി ക്ഷേത്രക്കുളമാണെന്ന് കാണുന്നത് വളരെ അഭിമാനകരമായിട്ടുള്ളതും സന്തോഷം നൽകുന്നതുമായ ഒരു സംഭവമാണ്. ഈ കാര്യത്തിൽ ക്ഷേത്രത്തിനുള്ള നന്ദി ജലശക്തി മന്ത്രാലയത്തിന്
ദിവസം ഈ വെള്ളം കുറച്ച് ഉയരത്തിൽ ഇങ്ങ് പൊങ്ങി വരുന്നതായിട്ട് അത് ശരിക്കും കാണാൻ തന്നെ പറ്റും. ഇവിടെ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഇവിടുത്തെ കെട്ടും ഈ വെള്ളത്തിലുള്ള പിന്നെ ഈ മത്സ്യങ്ങളുടെ ഇതൊക്കെ കാണാനൊരു ഭംഗിയുണ്ട്. ഒരു സ്പാ എന്ന രീതിയിലൊക്കെ നമുക്ക് അവിടെ വന്നിരിക്കാം. പിന്നെ ഈ അമ്പലം അത് കാണണം, തൊഴണം, ഇവിടെ വന്ന് കുളം കാണണം, നല്ലൊരു അനുഭൂതിയായിരിക്കും. പിന്നെ ഈ ഒരു കെട്ടും ഇതൊക്കെ പരമ്പരയായിട്ട് ഇവിടെ കാത്തു സൂക്ഷിച്ചു പോരുന്നതാണ്. വരും തലമുറയും കാത്തുകൊള്ളുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.